വെറും 5 ദിവസം കൊണ്ടാണ് എൻ്റെ ഹെയർ ഫോൾ കുറഞ്ഞത് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് വരുന്നത്. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ അല്ലാത്തവർ അങ്ങനെ ഇരിക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് സന്തോഷിക്കാൻ നിൽക്കാം എന്ന് വിചാരിക്കരുത്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പരമാവധി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഹെയർ കെയർ ജേണിയിലായിരുന്നു ഞാൻ. ഒരുപാട് പാക്കുകളൊക്കെ ട്രൈ ചെയ്തു. അതെനിക്ക് അങ്ങനെ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയാനായിട്ട് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ കണ്ടെത്തിയിട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എൻ്റെ ഹെയറിന് എന്താണ് വേണ്ടത് അത് ഞാൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഹെയറിനെ ട്രീറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ഹെയർ ഫോൾ വെറും 5 ദിവസം കൊണ്ടാണ് എൻ്റെ ഹെയർ ഫോൾ കുറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ദിവസത്തെ ഹെയർ ഫോൾ എത്രത്തോളം ഉണ്ടെന്നുള്ള വീഡിയോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഹെയർ കെയർ കഴിഞ്ഞിട്ട് ഒരു 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഹെയർ ഫോളിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഇന്നത്തെ എൻ്റെ ഹെയർ ഫോളിൻ്റെ വീഡിയോ ആണ്. ഇത് ഇന്ന് കാലത്ത് എടുത്തതാണ്. സാധാരണ കാലത്ത് നല്ല ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് മുടി കോന്തുമ്പോൾ അതിൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് കൊഴിയാറുണ്ട്. ഇത് ശരിക്കും ഞാൻ കാലത്തെടുത്ത വീഡിയോയാണ്. ഇതിലെൻ്റെ ഹെയർ ആകെ 1-2 എണ്ണൊക്കെയാണ് കൊഴിഞ്ഞിരിക്കുന്നത്. അത് നോർമലാണ് കേട്ടോ. അപ്പൊ എൻ്റെ ഈ ഹെയർ ഫോൾ കുറച്ച് ആ ഹെയർ കെയർ ജേണി എന്താണെന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ ഹെയർ ഫോളിന്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന കൊണ്ട് വരുന്ന ഒരു തരം ഡാൻഡ്രഫ് ഇല്ലേ, പൊടിയായിട്ടുള്ളത്, ആ ഒരു ഡാൻഡ്രഫ് എന്റെ തലയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു എന്റെ ഹെയർ ഫോളിന്റെ കാരണം. അപ്പൊ എന്റെ സ്കാൽപ്പ് ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആക്കി എടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. അപ്പൊ ഇത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് യൂസ് ചെയ്തത്. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹെയർ ഒക്കെ, എൻ്റെ സ്കാൽപ്പും ഹെയറൊക്കെ ഡ്രൈ ആയി ഫ്രിസ് ആയി കിടക്കുന്നത് കാരണം ഞാൻ ഈ ഒരു ഓയിൽ ആദ്യം തന്നെ അപ്ലൈ ചെയ്യാണ്. ഇത് ഞാൻ കാച്ചി തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാച്ചി എണ്ണ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണ്, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പച്ച വെളിച്ചെണ്ണ ആയാലും മതി. ഇത് ഞാൻ എൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് ഹെയറിലൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലിട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കറ്റാർവാഴയാണെന്ന് വെച്ചാൽ വളരെ നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന കാച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ തേനില്ലാത്ത കാരണമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ നിൽക്കുന്നത് എന്താണെന്നറിയോ, ഇതിൽ 19% ജലാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡ്രൈ സ്കിന്നിനും ഡ്രൈ സ്കാൽപ്പിനൊക്കെ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, അതിന് പുറമെ ഒരുപാട് വിറ്റാമിൻസ് ആൻറ്റി ഓക്സിഡൻറ്റും ഡ്രാഗൺ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹെയറിൽ മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല കേട്ടോ, ഹെയറുമേ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് തലയിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം പറ്റുകയാണെന്ന് വെച്ചാൽ 1 മണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ഹെയർ വാഷ് ചെയ്യുക. പിന്നെ ഷാമ്പൂ ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഡെയിലി ഈ പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ ഷാമ്പൂ ഇടണം. അതായത് മൈൽഡായിട്ടുള്ള ഷാമ്പൂ വേണം ഇടാനായിട്ട്. ഷാമ്പൂ യൂസ് ചെയ്തതിന് ശേഷം നമ്മളൊരു കണ്ടീഷണറും കൂടെ അതിൻ്റെ കൂടുതൽ യൂസ് ചെയ്യണം. ഇനി നമുക്കിത് 1 മണിക്കൂർ വെച്ചിട്ട് കാണാം.
അപ്പോൾ ഞാൻ തലയിൽ ഈ പാക്ക് ഇട്ടിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഇന്ന് ഞാൻ എന്തായാലും ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഈ പാക്ക് ഉപയോഗിച്ചപ്പോൾ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പം ഞാൻ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഹെയർ. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് വരുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഈ പാരച്ചൂട്ടിൻ്റെ ഹെയർ ക്രീമാണ്. ഇതിൽ അലോവേരയും കോക്കനറ്റാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല വിറ്റാമിൻ ഇയും ഉണ്ട്. ഇത് നമ്മുടെ ഹെയറിനെ ഒരുപാട് ഷൈനിങ് ആക്കി നിർത്തുന്നുണ്ട്. പിന്നെ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി സ്കാൽപ്പിലത്തെ ആ പൊടിത്താരനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പുളി കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ എന്തായാലും തലയിൽ തേക്കണം. ഞാൻ ഈ ഒരു ഹെയർ ക്രീമാണ് തേക്കുന്നത്. എനിക്കിത് തേച്ചിട്ട് അത്യാവശ്യം നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതാണ് തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വിലയോ തുച്ഛം ഗുണമോ മെച്ചെന്ന് പറയുന്ന പോലെ ആണ്. അപ്പോൾ ഈ ഒരു വിലയ്ക്കുള്ള ഒരു പെർഫോമൻസ് ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ആരോടും പറയില്ല. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മുടിയുടെ ആ ചെറിയൊരു നനവുണ്ടല്ലോ, ആ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് പറ്റാനായിട്ട് പറ്റില്ല, താല്പര്യമില്ല, മുടി ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ളവർ ഉണ്ടല്ലോ, കുളിക്കാൻ പോകുന്നതിനെക്കാട്ടും മുന്നേ ഇത് കുറച്ചെടുത്ത് നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ തേച്ച് നന്നായി നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ നന്നായി വാഷ് ചെയ്ത് കളയാട്ടാ. അങ്ങനെയും പറ്റും. അപ്പോൾ ഇതൊരാഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. എനിക്കൊരു 5 ദിവസം കൊണ്ട് വന്ന മാറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ ഒരിക്കൽ കൂടെ പറയണ, ഓയിലി ഹെയർ ഉള്ള ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യുക, ഇത് ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.